പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം 8 മുതലുള്ള വാക്യങ്ങൾ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തഃസത്ത ഈ വചനങ്ങളിൽ കുടികൊള്ളുന്നു. നാം ജഡികരായി ജീവിക്കേണ്ടവരല്ല. ജഡിക മോഹങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും മരിക്കും. നമ്മളെല്ലാവരും മരിക്കുമെന്നറിയാം. അതേസമയം നമ്മൾ എപ്പോഴൊക്കെ പാപം ചെയ്യുന്നുവോ, ജഡിക മോഹങ്ങൾക്ക് നമ്മൾ അടിപ്പെടുന്നുവോ, അപ്പോഴെല്ലാം നമ്മുടെ ആത്മാവ് നിർവീര്യമായി തീരുന്നു. നമ്മൾക്ക് ചെറിയ ഒരു മരണം, ഒരാത്മീയ മരണം നമ്മളിൽ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ആത്മീയമായ ഉന്നതിയിൽ ഒരേ രീതിയിൽ പരീക്ഷിക്കപ്പെടാതെയും പ്രലോഭിക്കപ്പെടാതെയും ഒക്കെ അങ്ങനെ സുഖമായിട്ടങ്ങനെ ഒരു ആത്മീയ ജീവിതം നയിക്കാം എന്നുള്ളത് ഒരു വ്യർത്ഥതയാണ്. എപ്പോഴൊക്കെ നമ്മൾ ആത്മീയമായി ജീവിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് ജഡിക മോഹങ്ങളോട് നമുക്ക് പടവെട്ടേണ്ടി വരുന്നു. അത് നമ്മൾ ഒറ്റയ്ക്ക് പടവെട്ടുകയാണെങ്കിൽ മിക്കവാറും പരാജയമായിരിക്കും ഫലം. അവിടെ നമ്മൾ ആത്മാവിനെ കൂട്ടുപിടിക്കുന്നു, പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഈ ജഡിക മോഹങ്ങളെ കീഴ്പ്പെടുത്താൻ അതിനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അതേസമയം നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ജഡിക മോഹങ്ങളെ നേരിടുന്നതെങ്കിൽ നമുക്കതിനുള്ള ശക്തി ലഭിക്കുകയില്ല. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ആത്മാവിനാൽ നിറയുന്നത്? ഒരു പേഴ്സണൽ പ്രെയർ, അബ്ബാ പിതാവുമായി ഒരു മകൻ്റെയോ മകളുടെയോ സ്ഥാനത്തൊക്കെ നിന്ന്
ഏകാന്തതയോടെ ആബാ പിതാവേ, ഞങ്ങളുടെ അവസ്ഥകളിലേക്ക് കടന്നു വരണമേ. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എന്നെ ശക്തിപ്പെടുത്തണമേ. പ്രലോഭനങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തരുതേ. ആ സ്വർഗസ്ഥനായ പിതാവ് എന്ന് കർത്താവ് നൽകിയ പ്രാർത്ഥന ഏകാന്തതയിൽ കർത്താവിൻ്റെ മുൻപിലിരുന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ട അരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ എന്ന പ്രാർത്ഥന ഏകാന്തമായിരുന്ന് ഉള്ളിൽ തട്ടി ഇടയ്ക്കിടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാരൂപിയെ നമ്മിൽ വന്ന് വസിക്കും, നമ്മളിൽ നിറയും. അപ്പോൾ ഈ ധ്യാനവും ഒരു ധ്യാനാത്മകമായ ജീവിതമാണ് പരിശുദ്ധാരൂപിയുടെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുവാൻ ഇടയാക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നത് ധ്യാനമാണ്. നമ്മളിങ്ങനെ ഒത്തിരി ബഹളങ്ങളുടെ ഇടയിലാണ്. ഒത്തിരി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാട്ടും ബഹളും. ഒരു ഏകാന്തമായിരുന്ന് ക്രിസ്തു തന്നെ എപ്പോഴും പ്രാർത്ഥിക്കാനായി മലമുകളിലേക്കോ കടൽ തീരത്തിലേക്കോ ഉദ്യാനങ്ങളിലേക്കോ ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ക്രിസ്തുവിൻ്റെ ഒരു നിരന്തരമായ ഒരു പ്രക്രിയ ആയിരുന്നു. അങ്ങനെ ആബാ പിതാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് ജീവനുള്ളവരായി ജീവിക്കാം. ദൈവപുത്രനും പുത്രിയും ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.